ഹരിത ഭവനം പദ്ധതിയുമായി വിദ്യാഭ്യാസ വകുപ്പും പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷനും ജില്ലയിലെ സ്കൂളുകളും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും വീടുകളും മാലിന്യമുക്തമാക്കുന്ന പദ്ധതിയാണിത്. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം വിദ്യാർത്ഥിനി ദേവിക ദീപക് നിർവഹിച്ചു. ജില്ലയിലെ സ്കൂളുകളും മുഴുവൻ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും വീടുകളും മാലിന്യമുക്തമാക്കുന്ന പദ്ധതിയാണിത്. ബാബു പറമ്പത്ത് പദ്ധതി വിശദീകരിച്ചു. പദ്ധതിയുടെ ഭാഗമായി സ്കൂളുകളിലും വീടുകളിലും 3 തരം പെട്ടികൾ സ്ഥാപിക്കും. ഒന്നിൽ പ്ലാസ്റ്റിക്, രണ്ടാമത്തേതിൽ ചെരുപ്പ്, ബാഗ്, തെർമോക്കോൾ, മൂന്നാമത്തേതിൽ ചില്ലുകൾ എന്നിവ ശേഖരിച്ച് നിശ്ചിത ഇടവേളകളിൽ ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറും. പദ്ധതിയുടെ നടത്തിപ്പിനായി കോഴിക്കോട്, താമരശ്ശേരി, വടകര വിദ്യാഭ്യാസ ജില്ലകൾ കേന്ദ്രീകരിച്ച് ഹൈസ്കൂൾ അധ്യാപകർക്കും 17 ഉപജില്ലകൾ കേന്ദ്രീകരിച്ച് പ്രൈമറി അധ്യാപകർക്കും പരിശീലനങ്ങൾ നൽകും. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കോഴിക്കോട് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മലാപ്പറമ്പ് ലിറ്റിൽ കിങ്സ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ദേവിക ദീപക് നിർവഹിച്ചു. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ തന്റെ ഭവനം ഹരിത ഭവനമാക്കിയ ആളാണ് ദേവിക. പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷൻ പ്രസിഡന്റ് വടയക്കണ്ടി നാരായണൻ അധ്യക്ഷനായി. വിദ്യാഭ്യാസ ഉപഡയറക്ടർ മനോജ് മണിയൂർ മുഖ്യാതിഥിയായി. ദേശീയ കർഷക പുരസ്കാര ജേതാവ് KBR കണ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ഫൗണ്ടേഷൻ ട്രഷറർ M ഷഫീഖ്, മോഡൽ ഹൈസ്കൂൾ പ്രധാനാധ്യാപിക KV മൃദുല, VK വികാസ്, ഉപജില്ലാ കോർഡിനേറ്റർമാരായ CMC ബിന്ദു, VP ഹസീന, P ജിനില തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് ഗുണകരമാകുമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ യോഗം വിലയിരുത്തി.